ഹായ്, എല്ലാ കൂട്ടുകാർക്കും സന വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 മോഡൽ ടാറ്റ പഞ്ചിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് എന്ന് വിളിക്കാവുന്ന അഡ്വഞ്ചർ പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് 2025 ഇപ്പോൾ ലോഞ്ച് ചെയ്ത പുതിയ വേരിയന്റ് ആണ് അഡ്വഞ്ചർ പ്ലസ്. അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വേരിയന്റിൽ തന്നെ ടാറ്റ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ 2025 മോഡൽ ടാറ്റ പഞ്ചിലെ ഓൺ റോഡ് പ്രൈസ് എത്രയാണ്, എന്തെല്ലാം ഫീച്ചേഴ്സാണ് ഈ അഡ്വഞ്ചർ പ്ലസ് വേരിയന്റിൽ കൊടുത്തിരിക്കുന്നത്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. 2025 മോഡൽ ടാറ്റ പഞ്ചിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് ആയിട്ടുള്ള അഡ്വഞ്ചർ പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് ഇത്. പഞ്ചിലെ തേർഡ് വേരിയന്റ് ആയിട്ടാണ് വരുന്നത്. അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വേരിയന്റിൽ തന്നെ ടാറ്റ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ലുക്ക് പഞ്ചിന്റെ എല്ലാ വേരിയന്റുകൾക്കും എക്സ്റ്റീരിയർ എന്ന ലുക്ക് ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഇപ്പോൾ ടോപ്പ് എൻഡിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്, ഫോഗ് ലൈറ്റ് പോലെയുള്ള ഫീച്ചേഴ്സാണ് അഡീഷണലി വരുന്നത്. പക്ഷേ മറ്റു ലുക്ക് എല്ലാ വേരിയന്റുകളിലും സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഈ വേരിയന്റിന്റെ ഫീച്ചേഴ്സിലേക്ക് വന്നാൽ നമുക്ക് ആദ്യം കീന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ഫുള്ളി ഫംഗ്ഷണൽ ആയിട്ട് ഒരു ഫ്ലിപ്പ് കീയും ഒരു നോർമൽ കീയും കൊടുത്തിരിക്കുന്നു. കീഴിൽ നമുക്ക് ലോക്ക് ആൻഡ് അൺലോക്ക്, ഫോളോ മീ ഹോം, ഹെഡ് ലാമ്പിൻ്റെ ഒരു ഓപ്ഷനും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഫ്ലിപ്പ് കീ ആണ് കൊടുത്തിരിക്കുന്നത്. കീലെസ് എൻട്രി പോലെയുള്ള ഫീച്ചേഴ്സ് ഒന്നും ഈ വേരിയന്റിൽ വരുന്നില്ല. മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോപ്പിലായിട്ട് നമുക്ക് പാർക്ക് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. അത് ഹാലജനായിട്ടാണ് വരുന്നത്. അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഹാലജനായിട്ടുള്ള 10 ഇൻഡിക്കേറ്റേഴ്സ് കാണാം. നമ്മുടെ ടോപ്പ് എൻഡ് വേരിയന്റിൽ ഇവിടെ ഒരു DRL ആണ് വരുന്നത്. അത് LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് ഹാലജൻ ഹെഡ്ലൈറ്റ് ആണ്. ഹൈ ബീമും ലോ ബീമും അതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു. നോർമൽ ഹെഡ്ലൈറ്റ് ആണ്. ആദ്യം പറഞ്ഞ രീതിയിൽ ടോപ്പ് എൻഡിൽ വരുമ്പോൾ നമുക്കൊരു പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റ് കാണാം. ഫോഗ് ലൈറ്റ് ഈ വേരിയന്റിൽ വരുന്നില്ല. നമുക്ക് ഷോറൂമിൽ നിന്ന് വേണമെങ്കിൽ ആക്സസറി ആയിട്ട് ചെയ്യാം. അറൌണ്ട് 4000 റുപ്പീസാണ് കോസ്റ്റ് വരുന്നത്. നമുക്ക് ഇതിനകത്ത് ഫോളോ മീ ഹോം എന്ന് പറഞ്ഞ ഓപ്ഷൻ, ഫോളോ മീ ഹോം ഹെഡ് ലാമ്പിൻ്റെ ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ബട്ടൺ, നമ്മുടെ കീല ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഹെഡ്ലൈറ്റും പാർക്ക് ലൈറ്റും ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം. ടോപ്പ് എൻഡ് വേരിയന്റിൽ ഇവിടെ നമുക്കൊരു ക്രോം ഇൻസെർട്ടാണ് വരുന്നത്. ഈ വേരിയന്റിൽ അതൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ടാറ്റയുടെ പുതിയ ലോഗോ കാണാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു എയർ ഡാമിൻ്റെ അവിടേക്ക് ഒരു ടയർ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നു. നമുക്ക് 187 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് പഞ്ചിന് വരുന്നത്. ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ എല്ലാ പഞ്ച് വാഹനങ്ങളുടെയും ലുക്ക് ഓൾമോസ്റ്റ് സിമിലർ ആണ്. വശങ്ങളിലേക്ക് വരുമ്പോഴാണ് അത്യാവശ്യം വലിപ്പമുള്ള ഒരു വാഹനമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഒരു മൈക്രോ SUV സെഗ്മെന്റിലാണ് പഞ്ച് വരുന്നത്. എന്താണെങ്കിലും വീൽ ബേസ് 2445 mm ആണ് വീൽ ബേസ് വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ഇന്റീരിയർ സ്പേസ് ഉള്ള ഒരു വാഹനമാണ്. ഓവറോൾ ലെങ്ത് നോക്കുകയാണെങ്കിൽ 3827 mm ആണ് ഓവറോൾ ലെങ്ത് വരുന്നത്. ടയേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 15 ഇഞ്ച് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ വേരിയന്റിൽ നമുക്ക് അലോയ്സ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷുള്ള വീൽ കപ്പ് കൊടുത്തിരിക്കുന്നു. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ്. 185/70R15 ആണ് ടയർ സൈസ് വരുന്നത്. ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോൾ 16 ഇഞ്ച് അലോയ് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് മിറേഴ്സിൽ LED 10 ഇൻഡിക്കേറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ കീലെസ് എൻട്രി കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ള ലുക്ക്. നമ്മുടെ ഡോർ പാഡിലും നമ്മുടെ വീൽ ആർച്ചിലൊക്കെ ആയിട്ട് ഒരു ബ്ലാക്ക് ക്ലാഡിങ് പോകുന്നത് കാണാം. ഗ്ലാസുകൾ പ്ലെയിൻ ഗ്ലാസുകളാണ് വരുന്നത്. UV കട്ടൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് നോർമൽ ആൻറ്റിനയാണ് വരുന്നത്. സൺറൂഫ് ഒന്നും ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ പഞ്ചിൻ്റെ ഡോർ ഹാൻഡിൽസ് ടോപ്പ് മൗണ്ടഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പോർഷൻ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നും ഈ വേരിയന്റിൽ വരുന്നില്ല. നമുക്ക് എന്നാൽ അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ടാറ്റ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും സ്പോയിലർ വരുന്നില്ല. സ്പോയിലർ നമുക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാവുന്നതാണ്. ബാക്കിലെ ഗ്ലാസ് പ്ലെയിൻ ഗ്ലാസ് ആണ്. വൈപ്പർ വാഷർ ഡിഫോഗർ ഒന്നും തന്നെ വരുന്നില്ല. നമുക്കൊരു ടോപ്പിലായിട്ട് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കാണാം. ടാറ്റയുടെ ലോഗോ. അതിന് താഴെ നമുക്ക് ഈ വേരിയന്റിൽ റിവേഴ്സ് ക്യാമറ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ പഞ്ച് എന്ന് പറഞ്ഞ ബാഡ്ജിങ്. ബാക്കിൽ 2 പാർക്കിംഗ് സെൻസേഴ്സും വരുന്നുണ്ട്. റിവേഴ്സ് ലൈറ്റ് ഇവിടെ താഴെയായിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ടെയിൽ ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഹാലജൻ ആണ്. ഇത് നമുക്ക് സ്റ്റോപ്പ് ലൈറ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യും. കോർണർ ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ എല്ലാം നമുക്ക് വേറെ പ്രത്യേകിച്ച് ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ടോപ്പ് എൻഡിൽ ഇവിടെയാണ് നമുക്ക് റിവേഴ്സ് ലൈറ്റ് വന്നിരുന്നത്. ഇവിടെ നമുക്ക് ആ ട്രയാരോ ഡിസൈൻ, ബാക്കിലെ റിഫ്ലക്ടേഴ്സ് കൊടുത്തിരിക്കുന്നു. നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിങ്ങിൻ്റെ ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വേരിയന്റിൽ പാഴ്സൽ ട്രേ വരുന്നുണ്ട്. സീറ്റ് നമുക്ക് ബെഞ്ച് ഫോൾഡിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് ഹെഡ് റെസ്റ്റുകളാണെങ്കിലും ഫിക്സഡ് ഹെഡ് റെസ്റ്റുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ബാക്കിലൊരു ബൂട്ട് ലൈറ്റ് ഈ വേരിയന്റിൽ വരുന്നുണ്ട്. പിന്നെ ഒരു 1 kg എന്ന് പറഞ്ഞ ബാഡ്ജിങ്ങോട് കൂടി ഒരു ഹുക്ക് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്പെയർ വീലിലേക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു സെയിം സൈസായിട്ടുള്ള സ്പെയർ വീൽ തന്നെയാണ്. 185/70R15 ആ സെയിം സൈസായിട്ടുള്ള സ്റ്റീൽ വീലുകൾ തന്നെയാണ് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത്. ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ 319 ലിറ്ററാണ് ഈ ഒരു പഞ്ചിൻ്റെ എല്ലാ വേരിയന്റുകളിലും ബൂട്ട് സ്പേസ് വരുന്നത്. CNGയിലേക്ക് വരുമ്പോൾ CNG ടാങ്ക് ഒരു ഡ്യുവൽ മൗണ്ടഡ് ആയിട്ട് വരുന്നത് കൊണ്ട് ഒരു 214 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആയിട്ട് അത് കുറയുന്നുണ്ട്. പക്ഷേ CNG വരുന്ന വാഹനങ്ങളിൽ ഏറ്റവും കൂടുതൽ ബൂട്ട് സ്പേസ് ഉള്ള മൈക്രോ SUV നമ്മളുടെ പഞ്ച് തന്നെയാണ്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇന്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ റിക്വസ്റ്റൻസ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഡോറ് കാര്യങ്ങളാണ് വരുന്നത്.
90 ഡിഗ്രിയിൽ വൈഡായിട്ട് തുറക്കാൻ പറ്റുന്ന ഡോറുകളാണ് പഞ്ചിൻ്റെ വരുന്നത്. അതൊരു പഞ്ചിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് ആണ്. ഇൻറ്റീരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഡ്യുവൽ ടോൺ കളറാണ്, ബ്ലാക്ക് ആൻഡ് ഒരു ലൈറ്റ് ഗ്രീൻ ഫിനിഷിലാണ് ഇപ്പോൾ ഇൻറ്റീരിയർ വരുന്നത്. അത് എല്ലാ വേരിയൻറ്റുകളിലും ഒരു സെയിം കളർ ടോൺ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ ഡ്യുവൽ ടോൺ കളർ കാണാം, ബ്ലാക്ക് ആൻഡ് ലൈറ്റ് ഗ്രീൻ. ആ ഒരു ഫിനിഷ് എല്ലാം ഒരു പ്ലാസ്റ്റിക് ആണ് എങ്കിലും ഒരു ടെക്സ്റ്റൈഡ് ഫീൽ എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. സോഫ്റ്റ് ടച്ച് ഒന്നും തന്നെ വരുന്നില്ല. നമുക്ക് 4 പവർ വിൻഡോ കൺട്രോൾ, ഡ്രൈവറിലുള്ള വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് മിറർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു, ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല. ഡോർ ഹാൻഡിൽസ് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കാണാം. ടൂട്ടർ ഗ്രില്ല് മാത്രമേ ഉള്ളൂ, ടൂട്ടർ വരുന്നില്ല. സ്പീക്കർ ഗ്രില്ല് താഴെ വരുന്നുണ്ട്, സ്പീക്കർ വരുന്നുണ്ട്. ബോട്ടിൽ ഹോൾഡേഴ്സ്, അംബർല ഹോൾഡർ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഡ്രൈവർ സീറ്റിലേക്ക് വന്നാൽ ഡ്രൈവർ സീറ്റ് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സീറ്റിൻ്റെ ഫാബ്രിക്സും കുഷനിങ്ങും എല്ലാം നല്ല കംഫോർട്ട് തരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇത് AMT വേരിയൻ്റ് ആണ്. ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡൽ വരുന്നുണ്ട്. ഇവിടെ താഴെയായിട്ട് നമുക്ക് സ്റ്റോറേജ് സ്പേസ് കാണാം. ഇവിടെ നമ്മുടെ ഡ്രൈവ് മോഡ്, ഈക്കോ ആൻഡ് നോർമൽ 2 ഡ്രൈവ് മോഡിൽ വരുന്നുണ്ട്. ആ ഡ്രൈവ് മോഡിൻ്റെ ഒരു ബട്ടണും കാണാവുന്നതാണ്. AC വെൻസിന് ചുറ്റുമെല്ലാം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ടാറ്റ പഞ്ച് അഡ്വഞ്ചർ പ്ലസ് AMT വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ടാറ്റ പഞ്ച് ലോഞ്ച് ചെയ്ത സമയത്ത് ടോപ്പ് എൻഡിൽ ഉണ്ടായിരുന്ന ഒരുവിധ എല്ലാ ഫീച്ചേഴ്സും ഇപ്പോൾ ഈ അഡ്വഞ്ചർ പ്ലസ് വേരിയൻറ്റിൽ ടാറ്റ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ടോപ്പ് എൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോ AC പിന്നെ ആ ഒരു വലിയ ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴത്തെ ടോപ്പ് എൻഡിൽ വരുന്നത്. മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് വീല് പഴയ നെക്സോണിലൊക്കെ കണ്ട സെയിം ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീല് കൊടുത്തിരിക്കുന്നു. മൾട്ടി ഫംഗ്ഷനിലാണ്, ലെതർ റാപ്ഡ് എന്നുള്ള നോർമലാണ്, പക്ഷേ പിടിക്കാനൊക്കെ അത്യാവശ്യം നല്ല കംഫോർട്ടായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ്. ഇടതുവശത്ത് നമുക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസ് കൊടുത്തിരിക്കുന്നു. നടുക്ക് ടാറ്റയുടെ ഒരു ലോഗോ. സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ടെലസ്കോപ്പിക് ഒന്നും ഈ വേരിയൻറ്റിൽ വരുന്നില്ല. ഇടതുവശത്തായിട്ട് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. നമുക്ക് ഓട്ടോ ഹെഡ്ലൈറ്റ്, ഓട്ടോ വൈപ്പർ പോലെയുള്ള ഫീച്ചേഴ്സൊന്നും ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. RPM മീറ്റർ നമുക്കൊരു ലൈറ്റിംഗ് ഫംഗ്ഷനോട് കൊടുത്തിരിക്കുന്നു. സ്പീഡോമീറ്റർ മറ്റു കാര്യങ്ങളെല്ലാം ഡിജിറ്റലായിട്ടാണ് വരുന്നത്. അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം അറിയാനായിട്ട് പറ്റും. ടോപ്പ് എൻഡിലേക്കൊക്കെ പോകുമ്പോൾ TPMS പോലെയുള്ള ഫീച്ചേഴ്സും അതിനകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് മാത്രമാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് എഞ്ചിൻ ടെമ്പറേച്ചറും ഫ്യൂവൽ ഗേജും ഈ വശത്ത് ഒരു ലൈറ്റിംഗ് ഫംഗ്ഷനോട് കൂടി കൊടുത്തിരിക്കുന്നത് കാണാം. അത് കൺട്രോൾ ചെയ്യാനുള്ള 2 ടോഗിൾ ബട്ടണുകൾ ആ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ തന്നെ കൊടുത്തിരിക്കുന്നു. സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുവിധം ടാറ്റയുടെ എല്ലാ വാഹനങ്ങളിലും കണ്ടുവരുന്ന ഹാർമണിൻ്റെ 7 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനാണ് വരുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർഡായിട്ടാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. അത്യാവശ്യം നല്ല സൗണ്ട് ക്ലാരിറ്റി ഉള്ള ഒരു ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനാണ്. 4 സ്പീക്കറും മാത്രമാണ് ഈ വേരിയൻറ്റിൽ വരുന്നത്. ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോൾ 4 സ്പീക്കറിന് 2 ടൂട്ടറും ഉണ്ടായിരുന്നു. 4 സ്പീക്കർ മാത്രമാണെങ്കിൽ അത്യാവശ്യം നല്ല സൗണ്ട് ക്ലാരിറ്റി തരുന്ന ഒരു സിസ്റ്റമാണ്. FM ഒക്കെ നല്ല പക്ക ക്ലാരിറ്റിയാണ്. അതുപോലെ തന്നെ നമുക്ക് USB കണക്ട് ചെയ്ത് മ്യൂസിക് ആൻഡ് വീഡിയോ പ്ലേ ചെയ്യാനുള്ള ഓപ്ഷനും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ വേരിയൻറ്റിൽ അത്യാവശ്യം നല്ലൊരു റിവേഴ്സ് ക്യാമറയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസോട് കൂടിയ റിവേഴ്സ് ക്യാമറയാണ് വരുന്നത്. നിങ്ങൾക്ക് കാണാവുന്നതാണ്. പാർക്കിംഗ് സെൻസേഴ്സും അതിൻ്റെ ഫംഗ്ഷനും നമ്മൾക്ക് ഇതിനകത്ത് അറിയാനായിട്ട് പറ്റും. പിന്നെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ നമുക്കിത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ആ ഒരു ഗിയറിൻ്റെ ഇൻഡിക്കേഷനും നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അതിനകത്ത് ഡ്രൈവ് മോഡുകൾ വരുന്നുണ്ട്. അത് നമുക്ക് പ്രസ് ചെയ്യുന്ന സമയത്ത് ഈക്കോ ആൻഡ് സിറ്റി 2 ഡ്രൈവ് മോഡുകൾ വരുന്നുണ്ട്. അത് പ്രസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ഇൻഡിക്കേഷനും ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ അറിയാനായിട്ട് പറ്റും. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ AC വെൻസ് കൊടുത്തിരിക്കുന്നു. അതിന് ചുറ്റും ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. നടുക്ക് നമുക്ക് നമ്മുടെ ഹസാർഡ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. അതിന് താഴെ ആ ഒരു ഗ്രീൻ ഫിനിഷിലാണ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾ കേട്ടത് ഇതിൻ്റെ ഇക്കോണമി ഡ്രൈവ് മോഡ് ആക്ടിവേറ്റഡ് ആയെന്നുള്ളൊരു ഇൻഫർമേഷൻ വന്നതാണ്. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ AC കൺട്രോൾസ് മാനുവൽ AC കൺട്രോൾസാണ് വരുന്നത്. ഓട്ടോ ACയുടെ ലുക്കൊക്കെ ആണെങ്കിലും ഇത് മാനുവൽ AC ആണ് വരുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ, ഒരു Type C ചാർജിംഗ് പോർട്ട് വരുന്നു, ഒരു 12 വോൾട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ്. നമുക്കത് AMT വേരിയൻ്റ് ആണ്. അതിൻ്റെ ഒരു ഗിയർ ലിവർ കാണാം. അതിന് ചുറ്റുമെല്ലാം നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് കാണാം. ഇപ്പോൾ പഞ്ചിൻ്റെ ഈ വേരിയൻ്റ് തൊട്ട് നമ്മൾക്ക് സെൻറ്റർ ആംറസ്റ്റ് അവൈലബിൾ ആണ്. നമ്മുടെ പഴയ ആൾട്രോസിലൊക്കെ കണ്ട ആ ഒരു സെയിം ആംറസ്റ്റ് തന്നെയാണ്. സ്ലൈഡിങ് ഓപ്ഷനോട് കൂടിയ ആംറസ്റ്റാണ്. അതിനകത്ത് അത്യാവശ്യം ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സീറ്റ് അത്യാവശ്യം നല്ല കംഫോർട്ടായിട്ടുള്ള സീറ്റ് കാര്യങ്ങളാണ്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റോടുകൂടി ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റാണ്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. ഗ്രാബ് ഹാൻഡിൽ എന്തോ പഞ്ചിൽ ഒഴിവാക്കിയിട്ടുണ്ട്. ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവറിന് ഗ്രാബ് ഹാൻഡിൽ വരുന്നില്ല. കോ ഡ്രൈവർ സൈഡിൽ സൺവൈസേഴ്സ് വിത്ത് മിററാണ്. സെൻറ്ററിൽ നമുക്ക് റീഡിംഗ് ലൈറ്റ് വരുന്നുണ്ട്. അതിപ്പോഴും ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. മിറേഴ്സ് മാനുവൽ ഡിമ്മിങ്ങുള്ള IR/VMs ആണ് വരുന്നത്. ഡ്രൈവർ സൈഡിലെ സൺവൈസേഴ്സ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ വേരിയൻറ്റിൽ തന്നെ വരുന്നുണ്ട്. ഇതിന് മുകളിലേക്കുള്ള വേരിയൻറ്റുകളിലൊക്കെ വരുന്നത് എന്താ പറയുക, പ്രീമിയം ഫീച്ചേഴ്സ് എന്ന് പറയാവുന്ന രീതിയിലുള്ള ഫീച്ചേഴ്സാണ് അതിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ വേരിയൻറ്റിൽ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ടാറ്റ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഗ്ലോ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ കൂൾഡ് ഫീച്ചേഴ്സ് ഒന്നുമില്ലാത്ത അത്യാവശ്യം വലിപ്പമുള്ള ഒരു നോർമൽ ഗ്ലോ ബോക്സ് കാര്യങ്ങളാണ്
ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കി യാത്രക്കാരെ കംഫർട്ട് നോക്കുമ്പോൾ സെഗ്മെന്റിലെ ഏറ്റവും വൈഡായിട്ട് തുറക്കാൻ പറ്റുന്ന ഡോറുകൾ പഞ്ചിനുള്ളതാണ്. 90 ഡിഗ്രിയിൽ വരെ ആ ഡോർ തുറക്കാനായിട്ട് പറ്റും. ഡോർ പാഡ് ആ ഫ്രണ്ടിൽ കണ്ട സെയിം ഡ്യുവൽ ടോൺ കളറിൽ കൊടുത്തിരിക്കുന്നു. പവർ വിൻഡോയുടെ കൺട്രോൾ, ഡോർ ഹാൻഡിൽസ് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ട്യൂട്ടർ ഗ്രില്ല്, സ്പീക്കർ വരുന്നുണ്ട്, ട്യൂട്ടർ വരുന്നില്ല. ബോട്ടിൽ ഹോൾഡേഴ്സ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇതിപ്പോൾ ഒരു 70 മാറ്റിയതിനകത്ത് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. ബാക്കിലേക്ക് നമുക്ക് AC വെൻസ് ഈ വേരിയൻ്റ് തൊട്ടേ കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ ഒരു USB ചാർജിങ് പോർട്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിൽ ഇപ്പോൾ 3 പേർക്കുള്ള ഇൻഡിവിജ്വൽ സീറ്റ് ബെൽറ്റ്സ് കാര്യങ്ങൾ വരുന്നു. ഐസോഫിക് ചൈൽഡ് സീറ്റിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഹെഡ് റെസ്റ്റ് ഫിക്സഡ് ഹെഡ് റെസ്റ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ബാക്കിലേക്ക് കയറി ഇരുന്നാൽ പോലും ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാവുന്നതാണ്. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ ഞാൻ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 12 സെൻറ്റിമീറ്റർ അടുത്ത് ഹെഡ് റൂം ബാലൻസ് കാണാം. അത്യാവശ്യം വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്കൊക്കെ സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന സീറ്റുകളാണ്. ടാറ്റയുടെ ഒരുവിധ എല്ലാ വാഹനങ്ങളുടെയും ബാക്ക് സീറ്റ് വരുന്നത്. നല്ല ഒരു വീട്ടിലെ കൗച്ചിലൊക്കെ ഇരിക്കുന്ന രീതിയിൽ നല്ല കംഫർട്ടായിട്ട് ഇരിക്കാനായിട്ട് പറ്റും. ബാക്കിലെ ഗ്രാബ് ഹാൻഡിൽസ് ഫിക്സഡ് ഗ്രാബ് ഹാൻഡിൽസ് ആണ് വരുന്നത്. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിലിൻ്റെ ഓപ്ഷൻസ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ബാക്കിലേക്ക് പ്രത്യേകിച്ച് റീഡിംഗ് ലൈറ്റോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിലെ വാഹനങ്ങളിലെ ഏറ്റവും കംഫർട്ടായിട്ടുള്ള ബാക്ക് സീറ്റ് എൻ്റെ അഭിപ്രായത്തിൽ പഞ്ചില തന്നെയാണ്. ടാറ്റ പഞ്ചിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ടാറ്റയുടെ വാഹനങ്ങളുടെ സേഫ്റ്റി എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ പഞ്ചിലേക്ക് വന്നു കഴിഞ്ഞാലും ഗ്ലോബൽ എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനമാണ്. ടാറ്റയുടെ ഒരു വാഹനത്തിൽ കയറുന്ന സമയത്ത് ഇത് അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി ഉള്ള വാഹനമാണെന്ന് നമുക്ക് ഫീൽ ചെയ്യും. ഇനി സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ബേസ് വേരിയൻ്റ് തൊട്ട് ടോപ്പ് എൻഡ് വരെ 2 എയർ ബാഗാണ് ഇപ്പോഴും കൊടുക്കുന്നുള്ളൂ. പിന്നെ ABS CBD ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ് വരുന്നുണ്ട്. പലർക്കുള്ളൊരു സംശയമാണ് പഞ്ചിൽ ആദ്യം ഹിൽ ഹോൾഡ് ഇല്ലായിരുന്നു. ഇപ്പോൾ 2025 മോഡലുകൾക്ക് ഹിൽ ഹോൾഡ് വരുന്നുണ്ട്. പിന്നെ ടോപ്പ് എൻഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ TPMS പോലെയുള്ള ഫീച്ചേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് വന്നാൽ എല്ലാ വേരിയന്റുകളിലും 1.2 ലിറ്റർ 3 സിലിണ്ടർ നാച്ചുറൽ ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഈ സെയിം എഞ്ചിനിൽ തന്നെ CNGയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ എഞ്ചിൻ്റെ പവർ നോക്കുകയാണെങ്കിൽ ഒരു 87 HP പവർ തരുന്ന അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു പെട്രോൾ എഞ്ചിനാണ്. 115 Nm ആണ് അത് ഉൽപ്പാദിപ്പിക്കുന്ന ടോർക്ക്. വിത്ത് 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 5 സ്പീഡ് AMT. ഈ വാഹനത്തിൻ്റെ മൈലേജിലേക്ക് വന്നു കഴിഞ്ഞാൽ മാനുവൽ വേരിയന്റിന് ഓൾമോസ്റ്റ് ഒരു 20-നടുത്ത് മൈലേജും ഓട്ടോമാറ്റിക്കിന് 19.2 ARI സർട്ടിഫൈഡ്. റിയൽ ലൈഫിൽ മാനുവലിന് ഒരു 14-15-16 ആ റേഞ്ചിലും ഓട്ടോമാറ്റിക്കിൽ ഒരു 14-15 റേഞ്ചിലും നമുക്ക് മൈലേജ് എക്സ്പെക്ട് ചെയ്യാം. ഇനി അത്യാവശ്യം മൈലേജ് വേണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് CNGയിലേക്ക് പോകാം. CNGക്ക് ഏകദേശം 28 കണ്ടാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. 22-21 എന്താണെങ്കിലും മൈലേജ് നമ്മൾക്ക് ലഭിക്കും. ഈ വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ 2025 പഞ്ചിന്റെ പ്രൈസ് ഇതുവരെ റിവൈസ് ആയിട്ടില്ല. അടുത്ത മാസം തൊട്ടേ നമുക്ക് ചെറിയൊരു റിവൈസിങ് വരുന്നുണ്ട്. ഇപ്പോൾ പഞ്ചിന് എല്ലാ ഓഫറുകളും നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 40,000 രൂപ വരെ ഓഫർ അവൈലബിൾ ആണ്. അതിനകത്ത് എക്സ്ചേഞ്ച് ബോണസ് വരുന്നുണ്ട്, കോർപ്പറേറ്റ് ഓഫർ വരുന്നുണ്ട്, പിന്നെ അഡീഷണൽ ക്യാഷ് ഡിസ്കൗണ്ടും വരുന്നുണ്ട്. എല്ലാം കൂട്ടുമ്പോൾ ഏകദേശം 40,000 രൂപ വരെ ഓഫർ അവൈലബിൾ ആണ്. ഇപ്പോൾ പഞ്ചിന്റെ ബേസ് വേരിയന്റായ പ്യുവർ വേരിയന്റിന് എല്ലാ ഓഫറുകളും കഴിഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് 7,05,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. അതിൽ നമുക്ക് മാനുവൽ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഒരു പ്യുവർ ഓപ്ഷൻ എന്ന് പറഞ്ഞ ഒരു സെക്കൻഡ് വേരിയന്റ് വരുന്നുണ്ട്. അതിന് 7,77,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ശരിക്കും സെക്കൻഡ് വേരിയന്റ് നമുക്ക് പറയാവുന്നത് അഡ്വഞ്ചർ വേരിയന്റ് ആണ്. ഇതിന് തൊട്ട് താഴെ നിൽക്കുന്ന വേരിയന്റ്. അതിന് അഡ്വഞ്ചർ വേരിയന്റിലാണ് നമുക്ക് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ അഡ്വഞ്ചർ മാനുവൽ വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് പറയുകയാണെങ്കിൽ 8,18,000 രൂപയും AMT വേരിയന്റിന് 8,88,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് അഡ്വഞ്ചർ പ്ലസ് വേരിയന്റ് ആണ്. അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്നത് ഈ അഡ്വഞ്ചർ പ്ലസ് വേരിയന്റിൽ തന്നെയാണ്. ഇതിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് മാനുവലിന് 8,59,000 രൂപയും ഓട്ടോമാറ്റിക് വേരിയന്റിന് 9,29,000 രൂപയ്ക്ക് ഇത്രയും ഈ ഫീച്ചേഴ്സ് കാണുന്ന ഒരു വാഹനം നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ഇനി ടോപ്പ് എൻഡിന്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ക്രിയേറ്റീവ് പ്ലസ് ആണ് ടോപ്പ് എൻഡ് വേരിയന്റ്. മാനുവലിന് 10,46,000 രൂപയും ഓട്ടോമാറ്റിക്കിന് 11,16,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇപ്പൊ പഞ്ചിന്റെ ടോപ്പ് എൻഡ് ഒക്കെ എടുക്കുന്നവർക്ക് നെക്സ്റ്റ് സെഗ്മെന്റിലെ വാഹനങ്ങളിൽ പോലും കിട്ടാത്ത അത്ര ഫീച്ചേഴ്സ് ടാറ്റ കൊടുക്കുന്നുണ്ട്. ആ ഒരു വലിയ സ്ക്രീൻ, HD ക്ലാരിറ്റിയുള്ള റിവേഴ്സ് ക്യാമറ, അതിനകത്ത് 4 സ്പീക്കർ, ട്യൂട്ടർ, സബ്, അങ്ങനെ ഒരു നെക്സ്റ്റ് ലെവൽ വാഹനത്തിന്റെ ഫീച്ചേഴ്സാണ് ഇപ്പോൾ പഞ്ചിന്റെ ടോപ്പ് എൻഡിലൊക്കെ ടാറ്റ കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. റെഗുലർ വ്യൂസാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ടാറ്റ റിലേറ്റഡ് എന്ത് ഇൻഫർമേഷനും ഞാൻ പെരുമ്പാറുള്ള ഗോകുലം മോട്ടോഴ്സിലെ നമ്പർ കൊടുക്കാം. ടാറ്റയുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും EV ബുക്ക് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. നമ്മളുടെ ഫേസ്ബുക്ക് പേജിന്റെയും ഇൻസ്റ്റാഗ്രാം പേജിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഒന്ന് ഫോളോ ചെയ്തേക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.